എല്ലാവർക്കും പ്രഭാത വന്ദനങ്ങൾ. ഇന്നേ ദിവസം ദൈവം നമുക്ക് ദാനമായി നൽകിയതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. യോഹന്നാൻ എഴുതിയ സുവിശേഷം 20-ാം അധ്യായം 15-ാം വാക്യം. യേശു അവളോട്, സ്ത്രീയെ, നീ കരയുന്നതെന്ത്? ആരെ തിരയുന്നു എന്ന് ചോദിച്ചു. അവൻ തോട്ടക്കാരനെന്ന് നിരൂപിച്ചിട്ട് അവൾ, യജമാനെ, നീ അവനെ എടുത്തുകൊണ്ട് പോയെങ്കിൽ അവനെ എവിടെ വെച്ചു എന്ന് പറഞ്ഞു തരിക, ഞാൻ അവനെ എടുത്തുകൊണ്ട് പോയിക്കൊള്ളാം എന്ന് അവനോട് പറഞ്ഞു. കർത്താവിന്റെ പുനരുത്ഥാന ദിവസം, ആഴ്ചവെടുത്തിന് 1-ാം ദിവസം, മഗ്ദലക്കാരത്തി മറിയയും മറ്റു ചില സ്ത്രീകളും കൂടി അതിരാവിലെ ഇരുട്ടുള്ളപ്പോൾ ഒരുക്കി വെച്ച സുഗന്ധവർഗവുമായി കല്ലറയിലേക്ക് പോകുന്നു. കല്ലറയിൽ ചെന്നപ്പോൾ യേശുവിനെ കാണുന്നില്ല. തൊട്ട് പിറകിൽ ഒരാൾ നിൽക്കുന്നത് കണ്ടു. അത് യേശുവായിരുന്നു എങ്കിലും മറിയ തോട്ടക്കാരനാണെന്ന് നിരൂപിച്ചിട്ട് അവനോട് പറയുന്നു, അവനെ എവിടെ വെച്ചു എന്ന് പറഞ്ഞു തരിക, ഞാൻ അവനെ എടുത്തുകൊണ്ട് പോയിക്കൊള്ളാം. യേശുവിനോട് ചേർന്ന് മരിക്കാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ പത്രോസിനെ കാണാനില്ല. മാറോട് ചേർന്നിരുന്ന യോഹന്നാനെ കാണാനില്ല. ശിഷ്യന്മാരെ ആരും അവിടെ കാണാനില്ല. എന്നാൽ മഗ്ദലക്കാരത്തി മറിയയും ചില സ്ത്രീകളും കല്ലറയിലേക്ക് അതിരാവിലെ പോവുകയാണ്. അവിടെ സ്നേഹത്തിന്റെ ആഴം നാം ഓർക്കുക. കല്ലറയിൽ യേശുവിനെ കാണാഞ്ഞിട്ട് ഉള്ളം നൊന്ത് കരഞ്ഞു. ഇവിടെ നാം മനസ്സിലാക്കണം, നമ്മുടെ കർത്താവ് പുനരുത്ഥാനം ചെയ്ത് സ്വർഗത്തിലേക്ക് പോകുന്ന വഴിയിൽ, കല്ലറ വഴിയായി വരുന്ന വഴിയിൽ വരുമ്പോൾ കരഞ്ഞുകൊണ്ട് നിന്ന ഒരു സ്ത്രീയെ, മറിയെ കടന്നു പോകുന്നില്ല. സങ്കീർത്തനക്കാരൻ പറയുന്നു, എന്റെ കണ്ണുനീർ ഒരു തുരുത്തിയിലാക്കി വയ്ക്കണമേ, അത് നിന്റെ പുസ്തകത്തിൽ ഇല്ലയോ? അതുകൊണ്ടാണ് കർത്താവ് പറയുന്നത്, എന്നെ തുടരുത്, ഞാൻ ഇതുവരെ പിതാവിന്റെ അടുക്കൽ പോയിട്ടില്ല. അപ്പൊ പിതാവിന്റെ അടുക്കിലേക്ക് പോകുന്ന വഴിയിൽ കരഞ്ഞുകൊണ്ട് കല്ലറയിൽ നിന്ന മറിയെ കടന്നു പോകാൻ കർത്താവിന് കഴിയുന്നില്ല. ഇന്ന് പകൽ ഈ വചനം കേൾക്കുമ്പോൾ ഉള്ളം നൊന്ത് ചില വിഷയങ്ങൾക്ക് വേണ്ടി കരയുന്ന, നമ്മെ മറികടന്നു പോകുന്നവരല്ല നമ്മുടെ കർത്താവ്. അത് നാം വ്യക്തമായി മനസ്സിലാക്കണം. വേദനിക്കുന്ന ഒരു വ്യക്തിയെ അവൻ മറികടന്നു പോകുന്നില്ല. ഇവിടെ ഈ മറിയയുടെ സ്നേഹം നാം ഓർത്ത് നോക്കുക. തോട്ടക്കാരനെന്ന് നിരൂപിച്ചിട്ട് അവനോട് പറയുകയാണ്, അവനെ എവിടെ വെച്ചെന്ന് പറഞ്ഞു തരിക, ഞാൻ എടുത്തുകൊണ്ട് പോയിക്കൊള്ളാം. ഒരു യൗവനക്കാരന്റെ ഡെഡ് ബോഡി ഒരു സ്ത്രീ എടുത്തുകൊണ്ട് പോകാന്ന് പറഞ്ഞാൽ അവിടെ സ്നേഹത്തിന്റെ ആഴം നാം ഒന്ന് ഓർത്ത് നോക്കിയേ. ദൈവം നമ്മെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നത് കേൾക്കാൻ നമുക്ക് വലിയ സന്തോഷവും അത് വളരെ താല്പര്യവും നമുക്ക് ഇഷ്ടവുമാണ്. എന്നാൽ നമുക്ക് ദൈവത്തെ സ്നേഹിക്കുന്നത്, അല്ലെങ്കിൽ നാം ദൈവത്തെ സ്നേഹിക്കുന്നത് എങ്ങനെ ഇരിക്കുന്നു എന്നുകൂടെ നാം പരിശോധിക്കണം. ദൈവത്തോടുള്ള ബന്ധം വൺ വേ ട്രാഫിക് അല്ല. ദൈവം എപ്പോഴും നമ്മെ സ്നേഹിച്ചോണം, നമ്മുടെ കഷ്ടതയെ കൂടെ ഇരുന്നോണം. യാക്കോബ് ഒരിക്കൽ പറഞ്ഞതുപോലെ, പോകുന്ന വഴിയിൽ കൂടെ ഇരുന്ന് എന്നെ ക്ഷേമത്തോടെ മടക്കി വരുത്തി എനിക്ക് ഭക്ഷിപ്പാൻ ആഹാരവും ഉടുക്കാൻ വസ്ത്രവും ഒക്കെ തന്നാൽ നീ എന്റെ ദൈവമായിരിക്കും.
ഇതെല്ലാം കൊടുത്തിട്ടും യാക്കോബ് ദൈവത്തെ സ്നേഹിച്ചു. 20 വർഷം ഇതൊന്നും ഓർത്തില്ല യാക്കോബ്. അപ്പോൾ കർത്താവിനോടുള്ള സ്നേഹം ഗ്രോയിങ് ലവ് ആയിരിക്കും, വളരുന്ന സ്നേഹം. വെളിപ്പാട് പുസ്തകത്തിൽ നാം വായിക്കുന്നു, നിന്റെ ആദ്യ സ്നേഹം കുറഞ്ഞുപോയി എന്നൊരു കുറ്റം നിന്നെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പൊ ആദ്യ സ്നേഹം നമ്മിൽ നിന്ന് കുറയുന്നത്. അങ്ങനെയായാൽ ചില ദൂതുകൾ കർത്താവ് നമുക്ക് കൈമാറും. അങ്ങനെയാണ് ഈ മറിയ യേശുവിന്റെ പുനരുത്ഥാനത്തിന്റെ സന്ദേശം ആദ്യം കൈമാറാൻ ഉപയോഗിച്ച ഒരു പാത്രമായി മാറി. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ കർത്താവേ, സ്വർഗീയ നല്ല പിതാവേ, ഈ വചനം കേൾക്കുന്ന എല്ലാവരെയും അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ.